കോതമംഗലത്ത് ആന്റണി ജോണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ LDFന് ആശങ്കയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. LDF ജനങ്ങളെയും ജനങ്ങൾ LDFനെയും വിശ്വസിക്കുന്നുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ LDFും സർക്കാരും മനുഷ്യന്റെ പക്ഷത്താണ്. കോൺഗ്രസ് കൊണ്ടുവന്ന നിയമത്തിൽ ഭേദഗതി വരുത്താൻ BJP സർക്കാർ തയ്യാറാകാത്തതാണ് പ്രശ്നം. LDFന് തുടർഭരണം ഉണ്ടാകുന്നതിനൊപ്പം ആന്റണി ജോണിനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. പിണറായി വിജയന്റെ ജില്ലയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് സമ്മേളനമായിരുന്നു ഇത്. കോതമംഗലത്ത് LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഊർജം പകർന്നാണ് ക്യാപ്റ്റന്റെ വരവ്. ആയിരക്കണക്കിന് പ്രവർത്തകർ ക്യാപ്റ്റനെ കേൾക്കാൻ എത്തിയിരുന്നു. മുദ്രാവാക്യങ്ങളുമായി അണികളുടെ വരവേൽപ്പ്. വേദിയിൽ ചുവന്ന പൂക്കൾ നൽകി സ്ഥാനാർത്ഥി ആന്റണി ജോണിന്റെ സ്വീകരണം. തുടർന്ന് ജില്ലയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം. LDFനെ വീണ്ടും അധികാരത്തിലെത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞായിരുന്നു പ്രസംഗം. LDFന് വലിയ പിന്തുണ ലഭിക്കുന്നതിൽ UDFന് പരിഭ്രാന്തിയാണ്. ജനങ്ങൾക്ക് LDFനെ വിശ്വാസമാണ്, LDFന് ജനങ്ങളെയും. LDF ഭരണത്തിൽ കേരളത്തിൽ വലിയ മുന്നേറ്റമാണുണ്ടായത്. വീണ്ടും UDF അധികാരത്തിലെത്തിയാൽ കേരളം വീണ്ടും തകരുമെന്ന് ജനങ്ങൾക്ക് അറിയാം. ഞങ്ങൾ ജനങ്ങളെയാണ് വിശ്വസിച്ചത്. ജനങ്ങളും ഞങ്ങളെ വിശ്വസിക്കുന്ന നിലപാടാണ്. അതുകൊണ്ടാണ് 2021 2014 കേരളത്തിന്റെ ചരിത്രം തിരുത്തി 2014-2021 അധികാരത്തിലുണ്ടായിരുന്ന LDF 2021-2026 കാലത്തും അധികാരത്തിൽ തുടരട്ടെ എന്ന് തീരുമാനിക്കുന്നത്. അത് ദീർഘകാലത്തെ നാടിന്റെ ജനങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലെടുത്ത നിലപാടാണ്. വന്യമൃഗശല്യത്തിന്റെ ദോഷം വലിയ തോതിൽ അനുഭവിക്കുന്ന മണ്ഡലം കൂടിയാണ് കോതമംഗലം. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലും ഈ വിഷയം കടന്നുവന്നു. മനുഷ്യ വന്യമൃഗ സംഘർഷത്തിൽ LDFും സർക്കാരും മനുഷ്യന്റെ പക്ഷത്താണ്. സംഘർഷം ഇത്രയും വർദ്ധിക്കാൻ കാരണമായത് കോൺഗ്രസ് കൊണ്ടുവന്ന നിയമമാണ്. ഈ നിയമം ഭേദഗതി ചെയ്താലേ പരിഹാരം കാണാനാകൂ. BJP സർക്കാർ അതിന് തയ്യാറാകുന്നില്ല. സംസ്ഥാന സർക്കാരിന് മാത്രമായി പരിഹാരം കണ്ടെത്താനാകില്ല. ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. മനുഷ്യനെ രക്ഷിക്കാൻ വന്യമൃഗങ്ങളെ കൊല്ലേണ്ടിവരുമെന്നും പിണറായി കൂട്ടിച്ചേർത്തു. ജനങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് വന്യമൃഗ ആക്രമണം, മനുഷ്യ വന്യജീവി സംഘർഷം. ഇവിടെ LDF സർക്കാരിനും കൃത്യമായ നിലപാടാണ്. അത് മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ മനുഷ്യപക്ഷത്താണ് സർക്കാർ നിൽക്കേണ്ടത്. ഇതാണ് LDF സർക്കാരിന് മാതൃക. മികച്ച ഭൂരിപക്ഷത്തോടെ ആന്റണി ജോണിനെ വീണ്ടും തെരഞ്ഞെടുക്കണമെന്ന അഭ്യർത്ഥനയോടെ മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ PT ബെന്നി അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി ആന്റണി ജോൺ, S സതീഷ്, EK ശിവൻ, ഗോപി കോട്ടമുറിക്കൽ, R അനിൽകുമാർ, ഷാജി മുഹമ്മദ്, ജോയ്സ് ജോർജ്, ജോണി നെല്ലൂർ, MV മാണി, PK രാജേഷ്,
KA ജോയി, AA അൻഷാദ്, അനിൽ കാഞ്ഞിലി, റോണി മാത്യു, മനോജ് ഗോപി, സണ്ണി പുതുശ്ശേരി, തോമസ് തോമ്പ്രയിൽ, ഷാജി പീച്ചക്കര, ബേബി പൗലോസ്, അലി നെല്ലിക്കുഴി, സാജൻ അമ്പാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. GTV ന്യൂസ്, കോതമംഗലം.